ദൈവം ഈ മാങ്ങ മുഴുവൻ താഴെ വീണ് പോവാണല്ലോ. ആരാണ്ട് കണ്ടിട്ടുണ്ട്. കണ്ടോ അമ്മ അമ്മ നീ വന്നേ. എന്തിനാ? ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? ഇങ്ങോട്ട് വാ. അമ്മേ എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ? എന്താ? എനിക്ക് ഈ മാസം അവസാനം 2000 രൂപ തരുമോ? എന്തിനാണ് തരുമോ? എന്താന്ന് പറ. അത് ഈ സ്കൂളിലേക്ക് ഡാൻസ് പരിപാടിക്ക് ഞാനാണ് മെയിൻ. തുണി ഒരു വാടകയ്ക്ക് 2000 രൂപയേ ഉള്ളൂ. തരുമോ? നിന്നോട് ആര് പറഞ്ഞു മെയിനാവാൻ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പൈസയുടെ ആവശ്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന് കഴിഞ്ഞ പ്രാവശ്യമേ? അമ്മ കഴിഞ്ഞ പ്രാവശ്യം 3000 രൂപ, ഞാൻ 1000 രൂപ. ഇല്ല കേട്ടോ, ഞാൻ കണ്ടു. ഓ പിന്നെ അതിനൊക്കെ ഇവിടെ ബാക്കിൽ കണ്ടു. ചെവിയുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. ഇല്ല കേട്ടോ, കണ്ണുണ്ട്. പൈസയുടെ ആവശ്യം 2000 രൂപയേ ഉള്ളൂ. മതി മക്കളെ. അയ്യോടി കഷ്ടം. 2000 രൂപ അടിച്ച് അവിടെ ബാക്കിൽ വെച്ചിരുന്ന അത് ഉണങ്ങിയായിരുന്നോ? ഇല്ല, അത് ഉണങ്ങിയില്ല. അപ്പൊ പിന്നെ ഇന്ന് പുതിയത് അടിച്ചു തരാം കേട്ടാ. നിന്റെ മോളല്ലേടി, അവൾക്ക് പൈസ മാത്രം മതി. പിന്നെ പൈസയെ വേണ്ടല്ലോ. നമുക്ക് കാശില്ലാതെയും ജീവിക്കാൻ അറിയാം മോളെ. അത് പിന്നെ മറ്റുള്ളവന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. അതെ. നല്ലൊരു ചായ എടുത്ത് തലവേദന ഉണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. പെട്ടെന്ന് എടുക്കും. പണി ചെയ്തോണ്ടിരിക്കാൻ നേരത്ത് അപ്പ വരും അപ്പനും മോളും കിണുകിണാന്ന് കിണുക്കിക്കൊണ്ട്. എന്തോ വെള്ളം മുണ്ട് ഷർട്ട് തേച്ച് വെക്കേ. നീ അങ്ങോട്ട് കൊണ്ട് തന്നെ കുളിമുറി ഇങ്ങോട്ട് ഇറങ്ങണില്ല. മറുപടി അങ്ങോട്ട് വന്നിട്ട് തരാം കേട്ടോ. മറുപടി തന്നെ എന്തിനാ വിളിച്ചാ? പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാ മതി. ചായ വേണോ കാപ്പി വേണോ? ഒരു കാര്യം ചെയ്, ഒരു ചാപ്പി എടുത്തോ. ഓ ഞാനേ നിന്റെ കൂടിയ പിന്നെ ഇപ്പൊ അളിഞ്ഞ തമാശകളൊക്കെ എനിക്ക് വരണുള്ളൂ. എന്തൊരു സുഖം, എന്തൊരു സുഖം. കുളിച്ചു കഴിഞ്ഞപ്പോ എന്തൊരു സുഖം. ഇത് ആരോട് ചോദിച്ചു? എന്റെ തൊങ്കം നീ ആരും കണ്ടിട്ടില്ലേ തങ്കം? ഇനിയിപ്പോ അവര് വരുമ്പോ ഞാൻ എന്തോ എടുത്ത് കൊടുക്കും? ആര് വരുന്നു? എടി പാർട്ടിയുടെ പ്രസിഡന്റ് പ്രഭാരം ചേട്ടൻ വീട് സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർശിക്കാൻ എന്താ മ്യൂസിയോ? അതേടി മ്യൂസിയം. ഞാൻ അയാളടുത്ത് പറഞ്ഞു ഇവിടെ കാണ്ടാമൃഗം കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാം. കളിക്കരുത്, അങ്ങോട്ട് വെച്ചേ. അപ്പൊ ഞങ്ങൾക്ക് പാർട്ടിക്കാർക്ക് ഞാൻ മേടിച്ചതാണല്ലേ? അതെ എടി, അവര് പോയിട്ടുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അവരിപ്പോ ഇത്രയൊന്നും തിന്നൂല, 1 2 കഴിക്കും. പക്ഷെ പ്ലേറ്റിൽ വെക്കുമ്പോ ഒരു ഭംഗി വേണ്ടേ? ഇപ്പൊ നിങ്ങളുടെ പൈസ ഇങ്ങനെ കണക്ക് പറയല്ലേ ഗ്ലീറ്റോ? ഒരു പരിപ്പോടെ എടുത്തതിന് നീ കളിക്കാതെ ഇതിലോട്ട് വെച്ച് വെക്കൂല. തങ്കം ഇത്രയും കൊണ്ട് ഭംഗി വരുത്താൻ പറ്റില്ലേ നിങ്ങക്ക്? കടിച്ചത് രണ്ടും കൂടെ. അതെ, ഇനി ഇതിൽ തുടരരുത്. അവര് വന്നതിന് ശേഷം അവര് പോയിട്ടെന്താ വെച്ചാൽ നീ ആ ചായ ഇട്ട് വെക്കുക. അതിനൊന്നും വയ്യ. ചായ ഇടൂല. മനസ്സ് വേണ്ട, ചായ ഇട്ടാ മതി. തുടരുതുള്ള കാര്യം ഞാൻ പറഞ്ഞിരിക്കാം. ആ ജംഗ്ഷൻ കഴിഞ്ഞു അൻസാർ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ കുറെ നേരം ആയില്ല. ഇത് എവിടെ? നിന്റെ കാര്യം പറയാനല്ലേ ഞാൻ പ്രസിഡന്റ് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വിളിച്ച് വരുത്തിക്കണേ. പിന്നെ ഞാൻ പറയും. നമസ്കാരം. യാത്രയൊക്കെ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്യുക കേട്ടോ. എടോ ക്ലീറ്റസ്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പാർട്ടിയുടെ നിലയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പാർട്ടിയുടെ നില വളരെ പരിങ്ങില്ലായിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പ്രസിഡന്റിനെ ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പാർട്ടിയിൽ അണികളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമം ചെയ്തേ പറ്റൂ. അല്ല പ്രസിഡന്റ്, ഞാൻ ഈ അണികളെ എല്ലാം ഒരു കണക്കിന് നമ്മളെ കൂട്ടത്തിലാക്കിയൊക്കെ വരുമ്പോഴല്ലേ മറ്റവന്റെ വരവ്. ആര്? മറ്റേ അമ്പിളിക്കുട്ടായി. അമ്പിളിക്കുട്ടനോ ഇവിടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ഒരുത്തം വന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരാളാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അത് ഈ ജനങ്ങളെല്ലാം നമ്മളെ കാല് വാരി കളഞ്ഞേ. അല്ല, ജനങ്ങൾ അങ്ങനെയാണോ? എവിടുന്നാണോ പരിപാടി നമ്മളെ സുമൻ ചേട്ടൻ്റെ കടയിൽ നിന്ന്. സുമൻ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ചായ അപ്പോ ജനങ്ങളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് പാർട്ടിയുടെ കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. പാർട്ടിയാണല്ലോ ജനങ്ങളാണല്ലോ പാർട്ടി. അപ്പൊ അതുകൊണ്ട് പാർട്ടിയുടെ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ഇതിനിപ്പോ എന്ത് പരിഹാരം കാണുന്നു ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി. ഈ അടുത്ത നാളിൽ ഞാനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ഒരു രഹസ്യം അറിഞ്ഞിട്ടുണ്ട്.
ഈ അവൻ്റെ പേരൻ അവൻ്റെ അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടൻ. ഈ അമ്പിളിക്കുട്ടൻ അവൻ്റെ നിലം നികത്തുന്നു. അവൻ്റെ അവിടെ കുറച്ച് പാടമില്ലേ അവൻ്റെ വീടിനടുത്തുള്ള വയല്? അത് അവൻ നികത്തിക്കൊണ്ടിരിക്കുകയല്ലേ, താൻ കണ്ടില്ല ഇതൊന്നും. അവനത് നികത്തിക്കൊണ്ടിരിക്കുകയോ. ഡൽഹി കിടന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞു, ഇവിടെ കിടന്ന് താൻ അറിഞ്ഞില്ലത്. ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ട്. എടോ, ഇതിനാ പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. ഇറങ്ങി പ്രവർത്തിക്കണം, അണികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇവിടെ വീട്ടിൽ ഇരുന്നാ പോരാ. പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല, ക്ലീറ്റോ എന്നും ജോലിക്ക് പോകുന്നുണ്ട്, പാർട്ടിയുടെ ജോലിക്ക്. പാർട്ടിയുടെ ജോലി അല്ല, അവൾ ഉദ്ദേശിച്ചത് പ്രവർത്തനത്തിന് ഞാൻ പ്രവർത്തന. അതെ, അത് വേണമല്ലോ, അതില്ലാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റും. അപ്പോൾ ഈ വയലവൻ നികത്തുന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം അല്ലേ പ്രശ്നം? കളിക്കണം, കളിച്ചേ പറ്റൂ. എടോ, ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. അത് പാടില്ല. പാടില്ലല്ലോ. ഇല്ല. പിന്നെ നമ്മുടെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് വിട്. പക്ഷേ ഇതങ്ങനെ വിട്ടുകൂടാ. അത് എങ്ങനെ വിടും? നമ്മുടെ ശത്രുവല്ലേ. അതുകൊണ്ട് ഇതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ് പ്രശ്നം? സത്യാഗ്രഹം കിടക്കുക. സത്യാഗ്രഹം കൊള്ളാം, അത് നല്ല ഐഡിയ ആണ്. എൻ്റെ കൂടെ നിൽക്കുന്ന 3-4 നല്ല അണികളുണ്ട്, അവരെ കൊണ്ടുപോയി ഞാൻ സത്യാഗ്രഹം കിടത്തിക്കൊള്ളാം. എന്താ തനിക്ക് വല്ല ആരോഗ്യ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? പിന്നെ താൻ കിടക്കണം. എന്നെ പോലൊരു പ്രമുഖൻ പോയി ഇതിന് കിടക്കാന്ന് പറയുമ്പോൾ തന്നെ പോലെയുള്ള ഒരു നേതാവ് പോയി കിടന്നെങ്കിലേ ഉള്ളൂ ഈ ചാനലുകാരും മാധ്യമക്കാരും ഒക്കെ കയറി ഇറങ്ങുള്ളൂ. എങ്കിലേ ഇത് പ്രശ്നം ആഗോളതലത്തിലാകൂ, അങ്ങ് വടക്കോട്ട് പോകൂ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രസിഡന്റ് കിടക്കണായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഡൽഹി കിടക്കും. ഇവിടത്തെ വയൽ നികത്തുന്നതിന് പ്രസിഡന്റ് അവിടെ ഡൽഹി കിടക്കും അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ കിടക്കും. താനിവിടെ കിടക്കും, ഞാൻ ഡൽഹി കിടക്കും. ഞാൻ അവിടെ കിടക്കും, താനിവിടെ കിടക്കും. ഞാൻ അവിടെ കിടക്കുമ്പോൾ പ്രസിഡന്റ് അവിടെ കിടക്കും അല്ലേ? അല്ലേ, ഞാൻ അവിടെ കിടക്കും, താനിവിടെ കിടക്കും. പ്രസിഡന്റ് ഡൽഹി കിടക്കുമ്പോൾ ഞാൻ കേരളത്തിൽ കിടക്കും. അതല്ലേ? അത് കൊള്ളാം പ്രസിഡന്റ്. നമ്മള് രണ്ടിടത്തുനിന്ന് ശക്തമായിട്ടൊരു ഇതുണ്ടെങ്കിലേ ഇത് ബലക്കൂ. അത് ഞാൻ കിടന്നോളാം. അത് തീരുമാനമായി. പിന്നെന്താ? പിന്നെ വേറൊരു കാര്യം, നിരാഹാര സത്യാഗ്രഹമാണ് കിടക്കേണ്ടത്. നിരാഹാരത്തിന്റെ ആവശ്യമുണ്ടോ പ്രസിഡന്റ്? പിന്നെ എടോ, നിരാഹാരം കിടന്നെങ്കിലേ ശക്തി ഉണ്ടാവൂ ഇതിന്. തനിക്കൊരു കുഴപ്പമില്ലല്ലോ, തനിക്ക് ധൈര്യമായിട്ട് കിടക്കാം. അതിനുള്ള എല്ലാ കഴിവും അർഹതയും തനിക്കുണ്ട്. കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ചെറിയ ഷുഗറിന്റെ ഒക്കെ ഒരു ഇതുണ്ട്. പ്രശ്നമില്ലല്ലോ, ഇത് പകലുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. രാത്രിയിലുള്ള കാര്യം പ്രശ്നമില്ല, ആരും കാണാൻ പോകുന്നില്ലല്ലോ. നമ്മൾ കിടക്കുന്ന കാര്യം ആരും കാണുന്നില്ലല്ലോ, ആരും അന്വേഷിക്കാനും വരുന്നില്ലല്ലോ. അപ്പൊ രാത്രിയിൽ അങ്ങനെ കിടന്നാൽ മതി, ഉറക്കമല്ലേ. പിന്നെ ഉറങ്ങിയ പോലെ നമ്മൾ ഉറങ്ങി കിടക്കുന്നു. അതല്ലേ? അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും താൻ പേടിക്കണ്ട, താൻ ധൈര്യമായിട്ട് ഇരുന്നു. കൂടി വന്നാൽ ഏറിയ ഒരു 10-15 ദിവസം. പിന്നെ അത് 15 ദിവസം എന്നൊക്കെ പറയുമ്പോ അത് ഇന്ന് പെട്ടെന്ന് കഴിയല്ലേ? പെട്ടെന്ന് കഴിയും. എൻ്റെ ശരീരം അതിനനുസരിച്ചുള്ള മനസ്സുണ്ട്. പക്ഷേ മനസ്സ് മതി, മനസ്സുണ്ടോ? അത് മതി. അതാണ് വേണ്ടത്. അണികളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് മനസ്സ് വേണം. ആ മനസ്സ് തനിക്കുണ്ട്, ഞാൻ കാണുന്നത്. അടുത്ത ഒരു നേതാവിനെ തീർച്ചയായിട്ടും ഞാൻ തന്നിലൂടെ കാണുന്നുണ്ട്. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ. പ്രസിഡന്റ് പറഞ്ഞ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം. എന്തായാലും പാർട്ടിക്ക് വേണ്ടിയല്ലേ, ഞാൻ തയ്യാറാണ് പ്രസിഡന്റ്. അപ്പൊ ഇനി അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട്. പിന്നെ ഡൽഹിയിൽ എൻ്റെ കാര്യം ഒന്നുകൂടെയൊക്കെ ഒന്ന് സംസാരിച്ചേ. ഞാൻ ഇന്നലെയും ഈ കാര്യം ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചോളൂ തന്നെ. പരിപ്പടാ, ഒരു കാര്യം ചെയ്യും, ഒരു 4 എണ്ണം ഒന്ന് പൊതിഞ്ഞെടുത്തരാം. എന്നാ പിന്നെ ഇത് മുഴുവൻ പൊതിഞ്ഞ് എടുക്കാം. അല്ല, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. 5-6 ഉള്ളൂ, അതങ്ങ് പൊതിഞ്ഞത്. അവര് പേപ്പർ എടുത്തേടി. ചായ ഇത് പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയതാ. പശുമ്പാല എനിക്ക് തോന്നിയത്. ഇച്ചിരി ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രസിഡന്റ് അത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വേണമല്ലോ, എല്ലാം നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യണമല്ലോ. ബിസ്ക്കറ്റ് ഇതുകൂടെ അതിൻ്റെ കൂടെ വെച്ചോ, കുഴപ്പമില്ല. എടേ, ഫ്ലെക്സ് എവിടെ? എല്ലാം അടിക്കാൻ കൊടുത്തിട്ടുണ്ടല്ലേ, അത് ഉച്ചയാകുമ്പോഴത്തേക്ക് കിട്ടും. ഓ, അതിലെന്താ മാറ്റർ അങ്ങനെ കൊടുത്തു? മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പിളിക്കുട്ടന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, അനധികൃതമായ വയൽ നികത്തനെതിരെ ക്ലീറ്റസ് നയിക്കുന്ന നിരാഹാരം. അത് കൊള്ളാം. പിന്നെ മറ്റേ ചാനലുകാരോട് പറഞ്ഞായിരുന്നു? എല്ലാ ചാനലുകാരെടുത്തും പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാ ചാനലുകാരും, പത്രക്കാരെയും വിളിക്കണം. പത്രക്കാർ വരും. പിന്നെ കോമള മറ്റേ പന്തലിന്റെ കാര്യം എന്തായി? പന്തലായിട്ടുള്ള എല്ലാ സാധനവും അവിടെ എത്തിയിട്ടുണ്ട്. പന്തൽ കിട്ടിയില്ല ഇതുവരെ. സാറേ, തുടക്കം മുതൽ നമ്മളെല്ലാം ശ്രദ്ധിക്കണ്ടേ? നമ്മൾ പോയിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ. അപ്പം കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കുടിവെള്ളം എല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. നിരാഹാര സമരത്തിന് എന്തിനാണ് ഭക്ഷണം കുടിവെള്ളമൊക്കെ? സാറിനല്ലേ ഭക്ഷണം വേണ്ടതേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണമല്ലോ ഭക്ഷണം. അത് ഉഷാറായി. ഒരു മിനിറ്റ്.
ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കല്ലോ കേട്ടോ. ഇല്ല കുഞ്ഞു, നിനക്ക് വിശക്കും. വിശക്കൂന്ന്. അതെ, ക്ലീറ്റസിന്റെ വിശപ്പും ദാഹവും ഒക്കെ മരിച്ചിട്ട് ഇപ്പൊ ദിവസം 5-6 പിന്നെ ഒരു നേരം ചായ കിട്ടിയില്ലെങ്കിൽ ക്ലീറ്റ് ഇവിടെ ഉണ്ടാക്കണ പുകിലെന്താന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ പൊതുപ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് വിശപ്പില്ല ദാഹമല്ല. ഈ സമരം വിജയിപ്പിച്ചതിന് ശേഷം മാത്രമേ ക്ലീറ്റ് ഒരു തുള്ളി വെള്ളം കുടിക്കൂ. എന്നാ ഇത് കൊണ്ടുവെക്കോ. ചോറും പൊതിയാ. നീ എന്നാ തങ്ക കളിക്കരുത്. ക്ലീറ്റ് ഞാൻ പറയണത് കേട്ടോട്ടോ. ഞാൻ പറയണത് അനുസരിക്കാതെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കുഴപ്പമാണ് ഞാൻ സഹിച്ചു. ഇതിപ്പോ നിങ്ങൾ ഈ കാണിച്ചു കൂടുന്ന അമ്പിളിച്ചേട്ടനുള്ള ദേഷ്യത്തിനല്ലേ? അമ്പളിച്ചേട്ടനൊന്നും എനിക്ക് വിഷയമല്ല. ഞാനിപ്പോൾ ഈ സമരം ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ഭൂമിയാകുന്ന എൻ്റെ അമ്മയ്ക്ക്. എടി, അവിടെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭൂമി നികത്തരുത് എന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ തോന്നിയ ദിവസം യവനെ പോലെ ഒരുത്തൻ കാണിക്കുന്നത് ശരിയാണോ? അപ്പോൾ അതിനെതിരെയാണ് ഞാൻ സമരം ചെയ്യുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമാണ്. അത് വിജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോൾ പ്രാർത്ഥിക്കാൻ നോക്കും. ക്ലീറ്റോ, ഈ 5-6 ആൾക്കാർ പോയാണ് നിങ്ങൾ വിജയിപ്പിക്കാൻ പോണേ. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല ക്ലീറ്റോ. അതെ, ഇതിനകത്ത് ബലമുള്ള ഒരാൾ മതി, ഞാൻ മാത്രം മതി. പിന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് തിന്നോ. ആവശ്യമില്ലാതെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇതിന് പോയി. എന്നാൽ പിന്നെ വണ്ടി എവിടെ ഉദയ? മുകളിലുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ ഇറങ്ങാമല്ലോ. കർത്താവേ, ഈ സമരം വിജയിപ്പിക്കണേ. സാറിന്റെ സമരം വിജയിക്കട്ടെ. ലക്ഷം പിന്നാലെ പിന്നെ കണ്ടോളാം. ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം പിന്നാലെ. ഞാൻ വരണ്ട്. അതെ, ആവശ്യമില്ലാതെ വേണ്ടാത്ത പ്രലോഭനങ്ങളൊക്കെ വിട്ടിട്ട് എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക് കേട്ടോ. പ്രാർത്ഥിക്കും സമരം വിജയിക്കാനായിട്ട്. വിജയശ്രീയിൽ ആളിനായിട്ട് ഞാൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. വിളിക്കണേ, വിളിച്ചോ. അത് തന്നെ. ലക്ഷം